कौन सी कंपनी की गाड़ी है जो ओला की गाड़ी थी। ओला की क्या मॉडल है वो? ओला का S1 Pro है। कब लिया था आपने? നമസ്കാരം. ഒരു സമയത്ത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് തീപിടുത്തമുണ്ടാവുന്ന വാർത്തകൾ എല്ലാ മാസവും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴങ്ങനെ കൂടുതൽ കേട്ടുവരാറില്ല. ഉണ്ടെങ്കിലും വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ ശരിക്കും പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. ഡോക്ടർ ഫൈസാന്റെ കുടുംബത്തിലെ 7 പേരെയാണ് പൊള്ളലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിലരുടെ നില ഗുരുതരമാണെന്നും പറയുന്നു. ഓല ഇലക്ട്രിക് എന്ന കമ്പനിയുടെ ഓല S1 Pro എന്ന മോഡലിന് തീ പിടിച്ച ശേഷം വണ്ടി പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഓൺലൈൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീടിന്റെ പല ഭാഗങ്ങളും കത്തി നശിച്ച് വൻ നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 മെയ് മാസത്തിൽ കുടുംബത്തിലേക്ക് വാങ്ങിച്ച ഓല ഇലക്ട്രിക് സ്കൂട്ടറിന് പുറമെ മറ്റ് പെട്രോൾ സ്കൂട്ടറുകളും വീട്ടിലുണ്ടായിരുന്നു. തീപിടുത്തത്തിൽ എല്ലാ വണ്ടികളും കത്തി നശിച്ചതായും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഛത്തീസ്ഗഡിലെ റായ്പൂർ എന്ന സ്ഥലത്തെ കൃഷ്ണനഗറിലാണ് സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നടന്നത്. 2 നിലയുള്ള വീട്ടിൽ ഡോക്ടറും കുടുംബവും മുകളിലാണ് താമസിക്കുന്നത്. ഡോക്ടർ ഫൈസാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം രാത്രി 1 മണിക്ക് ഓല ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉറങ്ങാൻ പോവുകയായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുവെന്നും വാതിൽ തുറന്നു നോക്കിയപ്പോൾ പുകയും മണവും നല്ല രീതിയിൽ ഉണ്ടായിരുന്നുവെന്നും ഓലയ്ക്ക് തീ പിടിച്ചെന്ന് മനസ്സിലായെന്നും അതിനുശേഷം തീ ആളി പടർന്നെന്നുമാണ് പറഞ്ഞത്. പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളെല്ലാം രാത്രി ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ധൈര്യമായി കിടന്നുറങ്ങാം. കാരണം ഫുൾ ചാർജ് ആയാൽ ഓട്ടോ കട്ട് ഓഫ് ആവും. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ ഓവർ ചാർജ് ആവാനുള്ള സമയവും ആയിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് തീ പിടിക്കുന്നത് എന്ന ചോദ്യവുമുണ്ട്. ഇവിടെ ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഒരുപക്ഷെ ചിലർക്ക് സംശയമുണ്ടാവാം. കാരണം ഡോക്ടർ മുകളിലാണ് താമസിക്കുന്നത്, താഴെയാണ് വണ്ടികൾക്ക് തീ പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വാതിൽ തുറന്ന് ഡോക്ടർ താഴെ പോയി നോക്കിയപ്പോൾ ഓല കത്തുന്നത് കണ്ടു കാണും. അതിനുശേഷമായിരിക്കും തീ പടർന്നത്. അല്ലെങ്കിൽ തീ പടർന്നത് കണ്ടപ്പോൾ ഓല ഒരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അത് തന്നെയായിരിക്കും കത്തിയത് എന്ന് ഗസ് ചെയ്തതായിരിക്കും. പക്ഷെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാരണം ഇതിനൊരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണത്. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ചുരുക്കി പറയാം. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അടക്കമുള്ള ഒറിജിനൽ വീഡിയോ ഞാൻ ഈ വീഡിയോ അവസാനിച്ചതിന് ശേഷം കാണിക്കുന്നുണ്ട്. വേണ്ടവർക്ക് അത് കേൾക്കാം. പുലർച്ചെ 5 മണിക്ക് ഇദ്ദേഹം തീ കത്തുന്നത് കണ്ടെന്ന് പറയുന്നുണ്ട്. ഓലയ്ക്കാണ് ആദ്യം തീ പിടിച്ചതെന്നും അതിനുശേഷം തീ പടരുകയായിരുന്നെന്നും പറയുന്നുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം അയൽവാസികളെയൊക്കെ വിളിച്ചു ഉണർത്തുകയും എല്ലാവരും ചേർന്ന് വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ചിലരെ പിറകിലെ വാതിൽ വഴിയും മുകളിലുള്ളവരെ സിറ്റ് ഔട്ടിലൂടെ ഏണിപ്പടി വഴി താഴേക്ക് ഇറക്കി രക്ഷപ്പെടുത്തുകയുമാണ് ചെയ്തത്. എന്തായാലും തക്ക സമയത്ത് എല്ലാവർക്കും ഒന്നിച്ച് രക്ഷാപ്രവർത്തനത്തിന് എത്താൻ സാധിച്ചതുകൊണ്ട് വലിയൊരു ദുരന്തം തന്നെ ഒഴിവായി. തീപിടുത്തമുണ്ടായ സമയത്ത് വീട്ടിൽ മൊത്തം ഉണ്ടായിരുന്നത് 7 പേരായിരുന്നു. ചിലർക്കൊക്കെ നല്ല രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ടെന്നും ശ്വാസം കിട്ടുന്നില്ലെന്നും വായിൽ നിന്നും കറുപ്പ് നിറത്തിലുള്ള ദ്രാവകമാണ് വരുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മുകളിലായിരുന്നതുകൊണ്ട് ഡോക്ടർക്കും കുടുംബത്തിനും കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വീഡിയോയിൽ അവരൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ഡോക്ടർ ഫൈസാന്റെ പെങ്ങളാണ് ഈ ഒരു സംഭവം വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പലരും ഈ സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓൺലൈൻ മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളുടെ താഴെ ഇത് ഓലയല്ല, ഫേക്ക് വീഡിയോ ആണെന്നുള്ള കമന്റുകൾ കണ്ടു. ഇത് ഓല തന്നെയാണെന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞിരിക്കുന്ന ബോട്ടം ഫ്രെയിം ഓലയ്ക്ക് മാത്രമേ ഉള്ളൂ. അതായത് താഴെ വരുന്ന ഷാസി, പിന്നെ ഇതിന്റെ മോട്ടോർ, അതേപോലെ എല്ലോയ് വീലും നോക്കിയാൽ മതി. ഡോക്ടർ അടക്കം വീട്ടിൽ ഉണ്ടായിരുന്നവർക്ക് പറയാനുള്ളത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് തുടരാം. എന്തായാലും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. सुबह सबसे पहले मैं देखा कि यहाँ पे ओला की गाड़ी खड़ी थी। ओला की गाड़ी में आग लगी थी। बोले कितने बजे घटना हुई? वो 5 बजे की घटना है। 5 बजे घटना के बाद आग लगी तो एक दूसरे गाड़ी में फिर आग लगना शुरू हो गई। पूरी चपेट में आ गए पूरे ब्लाक। फिर आपने क्या किया सबसे पहले? फिर सब आवाज़ दिए, अड़ोसी पड़ोसी को सब निकल के फिर बच्चे लोग को सबसे बचाने की कोशिश की। पीछे सीढ़ी लगाए। सीढ़ी लगाने के बाद पूरे मोहल्ले के लोग सब चढ़े और अंकल आंटी को फिर नीचे उतारे हैं और फिर बच्चे लोग को पीछे से छत से नीचे उतारे। डॉक्टर साहब ये बताइए, जो आज सवेरे जो घटना हुई, आप उस समय क्या कर रहे थे, कैसे आपकी नींद खुली? असल में हम लोग की नींद खुल चुकी थी, मेरी और मेरी वाइफ की। हम लोग लेटे ही हुए थे तो नीचे से हम लोग कुछ छोटे छोटे ब्लास्ट की आवाज़ आई, मगर हम लोग को लगा कि बाजू में कंस्ट्रक्शन साइट है तो वहाँ पे कुछ रेत वेत गिर रही है, उसके लिए लग रहा है। फिर थोड़ी देर में स्मेल आना शुरू हुई। फिर स्मेल आई और फिर 1-2 ब्लास्ट की और आवाज़ आई तो हम लोग को लगा, मैं 2nd फ्लोर में रहता हूँ, मतलब मेरा कमरा 2nd फ्लोर में है। मैंने दरवाज़ा खोला तो सीढ़ियों में खुलता है मेरा दरवाज़ा। खोलते ही बहुत तेज़ धुआं और बहुत तेज़ आग की लपटें आई तो मैंने वापस बंद कर दिया। समझ में आ गया घर में आग लग चुकी है करके।
फिर हिम्मत करके मैं बच्चे और मेरी वाइफ मेरे साथ सो रही थी, तो मैं एक बार छत तक गया उसी धुएं और उससे भोग के, और छत का दरवाज़ा खोला और फिर वापस आके बीवी बच्चों को बाहर निकले। और नीचे वाले फ्लोर में मेरे मम्मी पापा सो रहे थे और मेरी दीदी भी सो रही थी। ऊपर से हम लोग, क्योंकि सीढ़ी जल रही थी तो हम लोग नीचे नहीं जा सकते। बहुत आवाज़ देने के बाद वो लोग अगर उठे तब तक ऑलरेडी वो लोग बहुत धुआं कंज्यूम कर चुके थे। और फिर पापा को दिखता नहीं है और मम्मी चल नहीं पाती हैं, तो बड़ी मुश्किल से दीदी ने वो दोनों को एक बालकनी वाले एरिया में लेके आए। तब तक पड़ोसी जाग गए थे, सबने बहुत अच्छी मदद करी, सीढ़ी वीढ़ी लगा के पापा लोग को नीचे उतारा। मैंने वाइफ को छत से दूसरी छत से ट्रांसफ़र किया। और आमतौर पे जब इस तरह के हादसे होते हैं तो व्यक्ति का दिमाग काम करना बंद करते, क्या करें क्या ना करें। आपके पास इतनी बड़ी जिम्मेदारी थी, 7 लोग लगभग आप लोग थे, 7 लोग थे बच्चों को मिला के, कैसे कंट्रोल किया, क्या उस समय कैसा रहा? देखिए मतलब यूजुअली तो मैं काम रहता हूँ, मगर उस टाइम मैं काम नहीं था बिल्कुल भी। और मगर इतना तो मालूम था कि जितना इनहेलेशन से बचाऊंगा, जितना धुआं कंज्यूम करने से बचाऊंगा उतना अच्छा है। आग की लपटें उतने नुकसान नहीं करेंगे जितना धुआं करेगा। तो सबसे पहले एक खुली जगह में ले जाने के लिए कोशिश किया मैंने सारे लोग, और भैया लोग जो आसपास के थे सब लोग नीचे से मदद कर ही रहे थे। और ये भी अच्छी बात है कि आवाज़ सुन लिए इतने ज़ोर से। सुबह सुबह के टाइम में कोई था नहीं आसपास, तो एक मोटरसाइकिल वाला था, उसने आवाज़ सुन लिया तो बाकी लोगों को उसने जगा दिया। हमने सुना है कि जो नीचे वाला कमरा है वहाँ भी कोई बच्ची रहती है और कहीं बाहर आज थी। नहीं थी। हाँ हाँ, तो वो आज कल शाम से ही अपने मम्मी के पास चले गई थी। तो लेकिन वो वाला कमरा, क्योंकि वो इवैक्यूएट भी नहीं हो सकता था, खिड़की भी नहीं खुलती, वहाँ से नहीं निकल सकती अगर वो वहाँ रहती है। अच्छा, ये ई व्हीकल जो होती है, क्या वो ये गारंटी देते हैं कि आप लोग इसको रात भर लगा लो उसके बाद कोई दिक्कत नहीं हाँ, आएगी? ये मैंने कंफर्म करके लिया था। मैंने उनसे पूछा था कि 5 घंटे का चार्जिंग का टाइम है, अगर आप रात को लगाएंगे तो 5 घंटे में तो बंद करने जा नहीं पाएंगे। इस चीज़ के लिए मैंने पूछा था, तो उन्होंने बोला था कि ऑटो स्विच ऑफ हो जाता है, जैसे ही 100% बैटरी चार्ज होगी आपका ऑटो कनेक्ट। कौन सी कंपनी की गाड़ी है जो? ओला की गाड़ी थी। ओला की क्या मॉडल है वो? ओला का S1 Pro है। कब लिया था आपने? 1 साल भी नहीं हुआ है वो, उसको 8 महीना हुआ होगा। साल भर भी नहीं हुआ है अभी? हाँ, तो साल भर भी नहीं हुआ है। और उसके साथ मेरी 4 गाड़ियाँ एक्टिवा और खड़ी थी। जी जी। तो पहले उसमें आग लगी है, उसके बाद बाजू के साथ चारों एक्टिवा जली। टोटल 5 गाड़ियाँ? चारों में ब्लास्ट हुआ है। और फिर साइकिल भी थी एक बच्चे की, वो भी? हाँ, छोटी उस बच्चे की साइकिल भी थी। मेरा नाम नुसरत फिरदौस खान है और हमारे घर में आज ओला जो बाइक होती है इलेक्ट्रिक, उसमें ब्लास्ट हो गया था और हम लोग सब गहरी नींद में सो रहे थे। पूरी चारों जो हमारी गाड़ियाँ खड़ी हुई थी सारे सब में आग लग गई और जो उसका जो धुआं था उसकी वजह से यानी हम लोग की जब धुएं से आग से आग खुली तो हम लोग इतना जहरीला धुआं था कि हम बाहर नहीं आने पा रहे थे और मैंने एकदम बेहोशी आने लग गई थी धुएं से। तो बड़ी मुश्किल से फिर हम बाहर निकले, हमारा जो बालकनी है वो वाले एरिया खोल के, और उसके बाद मम्मी पापा को मैंने बाहर किया, ऊपर बच्चों को भाई ने बाहर किया और फिर बाहर जो सारे लोग थे तो उनकी हेल्प से हम लोग सीढ़ियाँ लगा के और उसके बाद फिर वहाँ से बाहर आए। I get those goosebumps every time you come around.